പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. വീണ്ടും ഒരു വലിയ നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. നോമ്പും ഉപവാസവും ഏതൊരു വ്യക്തിജീവിതങ്ങളെയും ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കേണ്ടതിന് ആവശ്യമായ സംഗതിയാകുമ്പോൾ നമ്മെ സംബന്ധിച്ച് കർത്താവുള്ളതായ ആ വിശ്വാസത്തെ മുറുകെ പിടിപ്പാൻ ഏറ്റവും ആവശ്യകരമായിത്തീരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. നോമ്പെന്ന് കേൾക്കുമ്പോൾ, ഉപവാസമെന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് വ്യത്യസ്തമായ ചിന്തകളാണ്. ഇപ്പോൾ ഇങ്ങനെ പറയും, ഭക്ഷണത്തിലൊന്നും വലിയ കാര്യമില്ല, മനസ്സ് നന്നാകണം. മനസ്സ് നന്നാകാതെ ഭക്ഷണത്തെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ച് പലപ്പോഴും വളരെ ലാഘവബുദ്ധിയോടെ നോമ്പിനെയും ഉപവാസത്തെയും മാറ്റി നിർത്തുന്ന ചിലരെങ്കിലും നമുക്ക് ചുറ്റിലുമുണ്ട്. എന്നാൽ ഒരു നോമ്പെടുക്കുന്നത്, ഉപവസിക്കുന്നത് ഏതാവശ്യത്തോട് ബന്ധപ്പെട്ടാണോ ആയിരിക്കുക, ആ ആവശ്യത്തെ പ്രതിയുള്ള വിജയത്തിലേക്കാകണം. സാമൂഹികമായി, രാഷ്ട്രീയപരമായി പലയിടങ്ങളിലും പല സംഘങ്ങളും കൂട്ടങ്ങളും ഉപവസിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ, കളക്ടറേറ്റിൻ്റെ മുമ്പിൽ, രാഷ്ട്രീയ പക്ഷത്തുള്ളവർ, സംഘടനാ പക്ഷത്തുള്ളവർ ഒക്കെയും പലവിധ ആവശ്യങ്ങളെ മുൻനിർത്തി ഉപവസിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ ആ ഉപവാസം അവരനുഷ്ഠിക്കുന്നത് അവരാവശ്യപ്പെടുന്ന ആഗ്രഹങ്ങൾ നടത്തി കിട്ടണം എന്നുള്ള ആഗ്രഹത്താലാണ്. അപ്പോൾ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി കിട്ടുവാൻ തക്കവണ്ണം ഉപവസിച്ച് നാളുകൾ കഴിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലൊക്കെ ചെന്നതിന് വളരെ ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി ഉപവസിക്കുന്നവരെ കാണാം. എന്തിന്? തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഉപവസിക്കുന്ന സംഘങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെ, കുടുംബങ്ങളെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ക്രിസ്തീയമായ വിധത്തിൽ ഒരു ഉപവാസം ക്രമീകരിച്ചിരിക്കുമ്പോൾ പരിശുദ്ധ സഭ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ പിതാക്കന്മാരിലൂടെ ക്രമീകരിച്ച് മോശ നോറ്റതായ നോമ്പ്, ഏലിയാവ് നോറ്റതായ നോമ്പ്, നമ്മുടെ കർത്താവും അനുഷ്ഠിച്ച് നമ്മെ കാണിച്ചു തന്നതായ ആ നോമ്പ് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാകുമ്പോൾ നമുക്കും പലതെല്ലാം ലഭിക്കുവാനായിട്ട് സംഗതിയാകും. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ രക്ഷാകരമായ കഷ്ടാനുഭവത്തെ സമീപിക്കാൻ ഒരുങ്ങുന്നവർ നോമ്പെടുക്കുക എന്ന് പറയുന്നത് കർത്താവിലേക്കുള്ള എൻ്റെ ആഴമേറിയ വിശ്വാസത്തിൻ്റെ പ്രകടമായ ഒരു പ്രവൃത്തിയാണ്. ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനം നമ്മൾ വെടിയുന്നു, അത് മത്സ്യമാകട്ടെ, മാംസമാകട്ടെ, മറ്റ് ഇതര ആ വിധത്തിലുള്ള വിഷയങ്ങളാകട്ടെ, അത് നമ്മൾ വെടിയുമ്പോൾ സത്യത്തിൽ ദൈവവചനത്തോട് ബന്ധപ്പെട്ട് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിച്ചതായ നോമ്പെടുക്കാൻ തന്നെ ആഗ്രഹിച്ച് തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അവിടെ കാണിക്കുന്നത്. അതല്ലാതെ ഭക്ഷണത്തിലൊന്നും വലിയ നോമ്പില്ല, മനസ്സ് നന്നാകണമെന്ന് പറഞ്ഞ് വഴിമാറി ഗതി മാറി സഞ്ചരിക്കുമ്പോൾ നമ്മൾ മാറി നടന്നത് നോമ്പിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവിൽ നിന്ന് തന്നെ ആണ് എന്ന് ചിന്തിക്കുന്നതാണ് ഉചിതം. കാരണം ഈ നോമ്പെടുക്കുന്നത് എന്തിനാ? നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി അർപ്പിക്കപ്പെട്ടതിൻ്റെ സ്മരണ, അത് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്കായി പാപത്തിൻ്റെ അന്ധകാര അനുഭവത്തിൽ നിന്ന്
സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ തൻ്റെ അവസാനത്തുള്ള രക്തം വരെ ചിന്തിത്തന്ന യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു നേരം, ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, 50 ദിവസം, 40 ദിവസത്തെ നോമ്പും 10 ദിവസത്തെ കഷ്ടാനുഭവത്തിൻ്റെ ശുശ്രൂഷയുള്ള സംബന്ധം എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രകടനമായിട്ട് മാറണം. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കുമ്പോൾ അതെൻ്റെ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറും. എൻ്റെ കുടുംബം ആ വിധത്തിലേക്കെന്ന് മാറി ചിന്തിക്കുമ്പോൾ എൻ്റെ കുടുംബത്തോട് പറ്റി നിൽക്കുന്നവർക്കത് അനുഗ്രഹമായിട്ട് മാറും. ഈ കാലഘട്ടത്തിൽ നമുക്ക് നോക്കിയാലറിയാം, മക്കൾക്ക് സാക്ഷ്യം എന്ന വിധത്തിൽ നോമ്പനുഭവങ്ങളെക്കുറിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രക്ഷകർത്താക്കളുടെ ഒരു നിരയെ കാണാൻ പറ്റുന്നില്ല. മക്കളെക്കാളും വേഗത്തിൽ നോമ്പ് തെറ്റിക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നോമ്പനുഭവമാണെന്ന് പലപ്പോഴും പലരും ചിന്തിക്കാറ് പോലുമില്ല. നോമ്പ് കാലമാണെന്ന് പറഞ്ഞു പോകും. പക്ഷേ ഒരു വെല്ലുവിളി എന്ന നിലയിൽ മുമ്പിൽ നിരത്തിയതായ നോമ്പ് ഭക്ഷണങ്ങൾ നിറഞ്ഞതായ ഒരു സദ്യയുടെ നടുവിലേക്ക് ക്ഷണിക്കപ്പെട്ടവനായി ചെന്നിരിക്കുമ്പോൾ ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്താലും സാഹചര്യത്തിൻ്റെ അനുകൂല അവസ്ഥയാലൊക്കെയും നോമ്പിനെക്കുറിച്ച് വെടിഞ്ഞും മുമ്പിലിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് കൈനീളും. പ്രിയമുള്ളവരെ, ആ ഒരു നിമിഷം ഭക്ഷണത്തിലുള്ള ആഗ്രഹത്തെ പ്രതി നമ്മൾ വിട്ടുപോയത് കർത്താവിൻ്റെ രക്ഷാകരമായ കഷ്ടാനുഭവം എനിക്ക് വേണ്ടി അനുഭവിച്ചു എന്ന ചിന്തയിൽ നിന്നാണ്. അപ്പോൾ ചോദിക്കും, ഭക്ഷണത്തിൽ എന്തെത്ര നോമ്പ്, മനസ്സ് നന്നാകണമെന്ന് പറയുമല്ലോ. പക്ഷേ പിശാച് ഹവ്വയെ പിടിച്ചു കൊണ്ടുപോയതും ഇതേ ഭക്ഷണത്തിൻ്റെ അനുഭവത്തിലൂടെയാണ്. മനസ്സിൻ്റെ ശാന്തതയ്ക്കും മനസ്സിനെ ഏകാഗ്രതമാക്കി നിർത്തുന്നതിനും ശരീരത്തിന് കൊടുക്കുന്ന ശിക്ഷണമാണ് നോമ്പിൻ്റെ അനുഭവം. ഇത് പലർക്കും മനസ്സിലായില്ല. കേവലം ഭക്ഷണത്തെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ആ മാറി നിന്ന അനുഭവത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാനുള്ള കഴിവാണ് നഷ്ടപ്പെട്ടു പോയത്. ശാന്തമായി ഒരു കാര്യത്തെ സമീപിക്കാൻ നമുക്ക് പറ്റുന്നില്ല, എൻ്റെ തെളിവാണ് ഒരു നോമ്പിൻ്റെ ലംഘനമെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കുവാനും തീരുമാനങ്ങൾ മനസ്സിനെ പറഞ്ഞുറപ്പിച്ച് ശരീരത്തിലൂടെ നടത്തിച്ചെടുക്കാനും പരിശ്രമിക്കുമ്പോഴാണ് ഒരു നോമ്പ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനായിട്ട് തീരുന്നത്. പ്രിയമുള്ളവരെ, ഓരോ ജീവിതാനുഭവങ്ങളിലും ഈ നോമ്പ് ഏറ്റെടുത്ത് നടത്തിയെടുക്കുന്നത് നമ്മൾ ചിന്തിച്ചാലും പഠിച്ചാലും മനസ്സിലാകും, അനുഭവിച്ചാൽ കൂടുതലായി മനസ്സിലാകും. ഓരോ ഉപവാസത്തോടെ, ഓരോ നോമ്പനുഭവത്തോടെ നിൻ്റെ ഏത് പ്രതിസന്ധി നിൻ്റെ മുമ്പിൽ വന്നാലും അതിനെ നേടിയെടുക്കാൻ, ആ പ്രതിസന്ധിയെ കീഴടക്കാൻ ഒരു നോമ്പും ഉപവാസവും അനുഗ്രഹമായിട്ട് തീരും. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് നോമ്പെടുത്തിട്ട് കർത്താവ് കാണാത്തത്, കർത്താവ് അന്വേഷിക്കാത്തത് എന്ന് ചില ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ കർത്താവ് വ്യക്തമായിട്ട് യെശയ്യാപ്രവാചകനിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, നീ ലോകത്തോട് വിളിച്ചു പറയുക. ഇങ്ങനെ പറയുക, 58:1, ഉറക്ക വിളിക്ക, അടങ്ങി ഇരിക്കരുത്, കാഹളം പോലെ നിൻ്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കാം. വ്യക്തമായിട്ട് പറയാം, നീ അടങ്ങിയിരിക്കാൻ പാടില്ല, നീ അടങ്ങിയിരിക്കാൻ പാടില്ല. കാരണം ലോകം അതിൻ്റെ ഭയാനകമായ കാലത്തിലൂടെ കടന്നു പോവുകയാണ്. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും പറ്റി കേൾക്കുമെന്ന് പറഞ്ഞതിൻ്റെ നടുവിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ യുദ്ധത്തിൻ്റെ നടുവിലൂടെ കടന്നു പോവുകയാണ്. മഹാമാരികൾ സംഭവിക്കുമെന്ന് പറയുകയല്ല, അതിൻ്റെ നടുവിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പ്രതിസന്ധികൾ ഓരോ വർഷം കഴിയുന്തോറും മനുഷ്യൻ ആകുലതയോടെ കാത്തിരിക്കുന്നു. ഇനി അടുത്ത നാളിൽ എന്താണോ വരാനിരിക്കുന്നത്, അടുത്ത വർഷം എന്താണോ സംഭവിക്കാനിരിക്കുന്നത്. ആകുലതയുടെ നാടുകളിൽ കടന്നു പോകുന്ന മനുഷ്യ, ഓർത്തുകൊള്ളുക, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിനോട് താതാത്മ്യപ്പെടുവാൻ തക്കവണ്ണം ഒരു നേരമെങ്കിലും ഒന്ന് ഉപവസിപ്പാൻ, ഒരു ദിവസമെങ്കിലും ഒരു നോമ്പാചരിപ്പാൻ, പിതാക്കന്മാർ കാണിച്ചു തന്ന ഒരു 3 നോമ്പിൻ്റെ അനുഭവത്തിലൂടെ ഒന്ന് കടന്നു പോകാൻ, അല്ല ഒരു വലിയ നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് കഴിയുന്നത്ര പരമാവധി ശുദ്ധിയോടെ
വിശുദ്ധിയോടെ അതിനെ കൊണ്ടുപോകാൻ നമുക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട്. ഇവിടെ എന്നിട്ടും നോമ്പാണെന്ന് പറഞ്ഞ്, നോമ്പനുഭവമാണെന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന മനുഷ്യരാ നാം ഓരോരുത്തരുമെന്ന് പ്രവാചകനിലൂടെ കർത്താവ് പറയുക. ഇവിടെ പറയുന്നുണ്ട് 58-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. എൻ്റെ പദ്ധതി എന്താണ്? കർത്താവ് ഈ വിധത്തിൽ ഞാൻ പ്രവർത്തിച്ചാൽ കർത്താവ് എന്താണ് എന്നോട് ചെയ്യാനിരിക്കുന്നത്? കർത്താവ് ഈ ജനം അന്വേഷിക്കുന്നുണ്ട്, എൻ്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്തൊരു ജാതിയെപ്പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ചിലതെല്ലാം ചെയ്തെടുത്ത്, ഒരല്പമായി ചിലതെല്ലാം ചെയ്തെടുത്ത്, ഒരു നേരം ഭക്ഷണമൊക്കെ വെടിഞ്ഞ്, നോമ്പനുഭവമൊക്കെ ജീവിതത്തിലൊന്ന് വരുത്തി തീർത്ത്, അത് മുഖത്തോടെ ഒന്ന് പ്രകടിപ്പിച്ച് മറ്റുള്ളവൻ്റെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്തി യഥാർത്ഥത്തിൽ ഒരു നോമ്പനുഭവത്തിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യം. നോക്കുമ്പോൾ നോമ്പിലാണെന്ന് പറയും, അല്ലെങ്കിൽ കൂട്ടം കൂടുമ്പോൾ നോമ്പനുഭവത്തിലാണെന്ന് പറയും. പക്ഷേ അതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ ഈ ജനം കർത്താവിനോട് ചോദിക്കുന്നു, ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്താ കർത്താവേ? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് അവിടുന്ന് കാണുന്നില്ലേ കർത്താവേ? ജനം ചോദിക്കുക. സത്യത്തിൽ ചോദിക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ്? നീ എന്ത് ചെയ്യുന്നുവെന്നും നീ ചെയ്തെടുക്കുന്ന പ്രവൃത്തിയുടെ ആഴമെന്തെന്നും നീ ചെയ്യുന്ന പ്രവൃത്തി നടക്കുമ്പോൾ തൻ്റെ മനസ്സിൻ്റെ ഭാവം എന്തെന്നും തിരിച്ചറിയുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നോമ്പെടുക്കുന്നത് എന്ന് നീ ഒന്ന് ചിന്തിച്ചാൽ മതി. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ചെന്ന് ഉപവസിക്കുന്നവൻ, സമരം ചെയ്യുന്നവൻ, അകത്തിരിക്കുന്നവൻ ഇത് കാണണം, എൻ്റെ ആകുലത അറിയണം, എൻ്റെ സങ്കടം മനസ്സിലാക്കണം എന്ന വിധത്തിൽ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നോമ്പിൽ ഇത് തന്നെയല്ലേ ഉണ്ടാകേണ്ടത്? നാം നോമ്പനുഷ്ഠിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ അവിടെ നിന്ന് അറിയണം, എൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെ അവൻ മനസ്സിലാക്കണം, എൻ്റെ നിരൂപണങ്ങളെ അവൻ മനസ്സിലാക്കണം, എൻ്റെ വേദനകളെ അവൻ തിരിച്ചറിയണം. കർത്താവെ, അതിനുവേണ്ടി ഞാൻ നിൻ്റെ മുമ്പിൽ ഉപവസിക്കുന്നു, നോമ്പെടുക്കുന്നു, കരുണ ചെയ്യണേ തമ്പുരാനെ എന്ന ഭാവത്തോടെ ഇരിക്കേണ്ട മനുഷ്യനെ കർത്താവ് സൂക്ഷിച്ചു നോക്കും ഓരോ ദിവസവും, ഓരോ സമയവും. അങ്ങനെ നോക്കുന്ന ആ സന്ദർഭത്തിലാണ് ഇവിടെ മനുഷ്യൻ അങ്ങോട്ട് ചോദിക്കുന്നത്, ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്താ കർത്താവേ? ഇല്ലേ? അങ്ങനെ ചോദിക്കുക. വീണ്ടും പറയാം, ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതും കർത്താവ് പറഞ്ഞു, നിൻ്റെ ആത്മതപനത്തിൻ്റെ ആഴമെന്ത്? ആത്മതപനത്തിൻ്റെ ആഴത്തിൽ നീ എത്രത്തോളം ഇറങ്ങിയിട്ടുണ്ട്? അതിൽ നീ എത്രത്തോളം വിശ്വസിച്ച് ഇതിൻ്റെ ഉത്തരം കിട്ടുമെന്ന് നീ പൂർണ്ണമായി വിശ്വസിച്ചിട്ടുണ്ടോ? അതല്ല നാടോടുമ്പോൾ നടുവെ എന്ന വിധത്തിലാണോ നിൻ്റെ ക്രിസ്തീയ ജീവിതവും നോമ്പനുഭവമെന്ന് നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? കർത്താവ് കൃത്യമായിട്ട് അതിന് ഉത്തരം പറഞ്ഞു. കാരണം നമ്മുടെ ഉള്ളങ്ങളെ തിരിച്ചറിയുന്ന കർത്താവ് വ്യക്തമായി അറിയേണ്ടതിന് ഇവിടെ നമ്മളോട് തിരിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ 58-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇതാ നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാതുകളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. ഹിതകരമല്ലാത്തത് കഠിനമായ വിധത്തിൽ നിൻ്റെ വേലക്കാരെ കൊണ്ടൊന്ന് ചെയ്യിക്കുക. നീ നോമ്പ് ഭക്ഷണകാര്യത്തിൽ ചെയ്തെടുക്കുമ്പോൾ മനസ്സിനെ അരുതാത്ത വഴികളിലൊക്കെ കടത്തിവിടും. കൂടെ നിൽക്കുന്നവരെ ദോഷം പറഞ്ഞും പറയിപ്പിച്ചും ചെയ്യിപ്പിച്ചും, ദൂരെ നിൽക്കുന്നവനെ വശംവദനാക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കിയും, അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടം കൈവരിക്കേണ്ടതിന് ഏതെങ്കിലും വിധത്തിൽ അതിനെന്ത് നഷ്ടം സഹിച്ചാലും എന്ത് ദോഷം ചെയ്താലും സാരമില്ല എന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന വിധത്തിലേക്കും അവിടെ മനസ്സിനെ കൊണ്ടുപോകും. പക്ഷെ കണക്കിൽ നോമ്പെടുക്കുന്ന മനുഷ്യനാ, ലോകത്തിൻ്റെ കണ്ണിൽ ഉപവാസത്തിൻ്റെ നടുവിലാ, സഭയുടെ മുമ്പിൽ നോമ്പും ഉപവാസവുമാ. പക്ഷെ കർത്താവ് പറയുന്നു, നീ നോമ്പെടുക്കുന്ന ദിവസം തന്നെ നിൻ്റെ വേലക്കാരെ കൊണ്ട് കഠിനമായി അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു.
എന്നിട്ട് പറയുന്നു, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. ദിവസം നോമ്പ് തന്നെയാണ്. പക്ഷേ ഈ നോമ്പെടുക്കുന്ന ദിവസവും നിൻ്റെ മനസ്സിന് പാകത വന്നിട്ടില്ല. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, നിൻ്റെ മനസ്സൊന്ന് പാകപ്പെടാൻ, ശരീരത്തെ നിയന്ത്രിക്കാൻ, ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ ഒന്ന് ഒതുക്കി നിർത്താൻ, ശരീരത്തിൻ്റെ മോഹങ്ങളെ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ, നീ ഒന്ന് പാകപ്പെട്ട് കിട്ടുവാൻ, നിൻ്റെ ഭക്ഷണാദികളിൽ കുറവ് വരുത്തി, മനസ്സിനെ ഏകാഗ്രമാക്കി, ശരീരത്തെ നിയന്ത്രിക്കാൻ മനസ്സിനെ ഒന്ന് പരുവപ്പെടുത്തി നീ നോമ്പെടുക്കുമ്പോൾ, എന്നിട്ട് ഉടയ തമ്പുരാനെ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറയാൻ വേണ്ടിയ ഈ വിധത്തിലേക്ക് നമ്മെ നടത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും പറയും, നമ്മൾ സന്ധ്യയുടെ പ്രാർത്ഥന കഴിഞ്ഞ് സൂത്താറയിൽ പാടുന്ന പാട്ടിലിങ്ങനെ പാടുന്നല്ലോ, കൊല്ലുന്നൊരു നഞ്ചായവയാം വെള്ളികൾ പൊന്നും നേടരുതേ, നല്ലനു നിന്നിൽ പ്രീതി വരാൻ നല്ലുപദേശം നേടുക എന്ന് പറയത്തില്ലേ? ഈ ലോകപരമായ ധനങ്ങളുടെ കൂട്ടിവെക്കലിനല്ല, വെള്ളിയും പൊന്നും നേടാനല്ല, സ്വർഗത്തിലെ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം അത് നേടാൻ തക്കവണ്ണം നല്ല ഉപദേശം തേടി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കീഴിലുറ്റിരുന്ന്, ദൈവസന്നിധിയിൽ അല്പനേരം ശാന്തമായിരുന്ന് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റണം. ഈ നാളുകളിലെ നോമ്പനുഭവം കൊണ്ട് എൻ്റെ ജീവിതത്തെ ഒന്ന് പാകപ്പെടുത്തിയേ പറ്റൂ. ചില ആളുകളൊക്കെ ഇങ്ങനെ പറയും, ശരീരമൊക്കെ ആകെ അങ്ങ് വണ്ണം വെച്ച് പോയി, എന്തായാലും വേണ്ട കുറച്ച് ദിവസം നോമ്പ് നോക്കണം, വയറൊക്കെ ഒന്ന് കുറയ്ക്കണം, കൊളസ്ട്രോളൊക്കെ കൂടി നിൽക്കുക, ഒന്ന് കുറച്ചെടുക്കാം, നോമ്പ് കാലമല്ലേ. അപ്പോൾ പലരുടെയും ആഗ്രഹങ്ങളും അതാ, ആത്മീയമായ ചിന്തനങ്ങളല്ല. പിന്നെയോ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നോമ്പെടുക്കുക, വയറ് കുറയ്ക്കാൻ നോമ്പെടുക്കുക, അതൊന്നും കർത്തൃസന്നിധിയിലേക്ക് ചെല്ലുന്നതല്ല. അത് കേവലം എക്സസൈസിൻ്റെ ഭാഗത്തേക്ക് മാത്രം മാറി നിൽക്കും. പക്ഷേ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ തക്കവണ്ണം ചെയ്തുകൊണ്ടിരുന്ന ഒരു അരുതാത്ത വഴികളെ ഒന്ന് ഹിതകരമാക്കി എടുക്കാൻ തക്കവണ്ണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നോമ്പനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 132-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ചെല്ലുമ്പോൾ ദാവീദിൻ്റെ ഒരു ചില ചിന്തകൾ അവിടെ കാണാം, ചില തീരുമാനങ്ങൾ അവിടെ കാണാം, ചില നടപ്പിലാക്കാനൊരുങ്ങുന്ന ചില ക്രമീകരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. 132-ൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവേ ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് അനുതപിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ നടുവിൽ നമ്മുടെ ചിന്തകളെ കർത്താവിൻ്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കണം. തമ്പുരാനെ, എൻ്റെ പ്രതിസന്ധികളെ നിൻ്റെ മുമ്പിലേക്ക് വെക്കുക, എൻ്റെ വേദനകളെ നിൻ്റെ മുമ്പിലേക്ക് വെക്കുകയാണ്, എൻ്റെ മനോഭാരങ്ങളെ നിൻ്റെ മുമ്പിലേക്ക് വെക്കുക. അതിന് ഉത്തരം അവിടുന്ന് മാത്രമുള്ളൂ തമ്പുരാനെ. എൻ്റെ പാപത്തിൻ്റെ ആ കെട്ടുകളെ ഞാൻ അവിടുത്തെ സന്നിധിയിൽ ഇറക്കി വെക്കുക. മോചിച്ച് തരാൻ അവിടുന്ന് മാത്രമുള്ളൂ തമ്പുരാനെ. അവിടുത്തെ തിരുരക്തത്താൽ കഴുകിയാലല്ലാതെ ഞാൻ രക്ഷ പ്രാപിക്കില്ല തമ്പുരാന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ ആ അനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇവിടെ ദാവീദ് പറയുന്നു, യഹോവേ ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. എന്നിട്ട് പറഞ്ഞു, അവൻ യഹോവയോട് സത്യം ചെയ്തു. യാക്കോബിൻ്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ ദൈവത്തോട് സത്യം ചെയ്തു പറയും, ഒരു തീരുമാനമെടുക്കുകയാണ്. ചിലതെല്ലാം നടന്ന് കിട്ടുന്നത് വരെ ചിലതെല്ലാം ഞാൻ ചെയ്യത്തില്ല ഇനി. അതൊരു തീരുമാനമാണ്. നോമ്പ് കാലത്ത് നമുക്കങ്ങനെ ചെയ്തെടുക്കാൻ പറ്റണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അരുതാത്ത വഴിയിലോട് കൊണ്ടുപോയിരുന്ന ചില രഹസ്യ പാപങ്ങൾ, അരുതാത്ത ചില ചിന്തകൾ, ആരാരും അറിയാതെ ഞാൻ ഇതുവരെ കൊണ്ടുപോയ ചില ചിന്തകളിൽ അല്ല, ഇനി അത് വേണ്ട, ഞാൻ പിന്നോക്കം നിൽക്കുകയാണെന്നെടുക്കുക ഒരു തീരുമാനം. അതൊന്ന് മാറിക്കിട്ടാൻ തമ്പുരാനെ ഞാൻ അവിടുത്തെ മുമ്പാകെ ഉപവസിക്കുകയാണ്. ലോകത്തുമ്പിൽ അവിടെ നിന്ന് മാത്രമേ എന്നെ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതെനിക്കറിയാമെങ്കിൽ പോലും അതിന് ഞാൻ വലിയ വില പലപ്പോഴും കൊടുത്തിട്ടില്ലെന്ന് ചിന്തിച്ചുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പാപം ചെയ്തേ. പക്ഷെ ഞാനിപ്പോൾ ഒരു തീരുമാനമെടുക്കുന്നു. നിൻ്റെ കണ്ണിന് മറവായിരിക്കുന്നത് ഒന്നും ഇല്ലാതിരിക്കെ
അവിടുത്തെ മുമ്പാകെ ഞാൻ പറയുകയാണെന്ന് പറഞ്ഞൊരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം ഈ നോമ്പനുഭവത്തിലൂടെ, ഈ ഉപവാസകാലത്തിലൂടെ. ഇവിടെ പറയുന്നു, അവന് യഹോവയോട് സത്യം ചെയ്ത് യാക്കോബിൻ്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോബിൻ്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കുകയില്ല. അതുപോലെ തന്നെ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളകൾക്ക് മയക്കവും കൊടുക്കുകയില്ല. എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഒരു തീരുമാനമെടുക്കുകയാണ്. ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നിടം വരെ ഞാൻ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകും, പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നു പോകും. ഒരു തീരുമാനമാണ്. ആ തീരുമാനമാണ് പ്രിയമുള്ളവരെ ഈ ഓരോ നോമ്പനുഭവത്തിൻ്റെയും ഒരു അനുഗ്രഹ തലത്തിലേക്കാണ് ഉയർത്തുന്നത്. 3 നോമ്പിൻ്റെ അനുഭവത്തിൽ നമ്മൾ കണ്ടു, യോനായുടെ ജീവിതത്തിലൂടെ അനേകരെ മടക്കി വരുത്തുവാൻ കർത്താവ് പദ്ധതിയിട്ട് യോന എവിടത്തേക്ക് അയക്കാൻ തീരുമാനിക്കുമ്പോൾ യോന വഴിമാറി സഞ്ചരിച്ച സംഭവമെല്ലാം നമുക്കറിയാം. പക്ഷേ യോന 3 ദിവസം സഞ്ചരിക്കേണ്ട സ്ഥലത്ത് 1 ദിവസം സഞ്ചരിച്ച് എത്തപ്പെട്ടിരുന്ന ഒരൊറ്റ വിളംബരം, ആ വിളംബരം കേട്ട് തീരുമാനമെടുത്ത ജനം, രാജാവടക്കം സിംഹാസനങ്ങൾ നിറങ്ങി താഴെ ഇറങ്ങിയിരുന്ന് ചാക്കൊടുത്ത് ചാരം വാരി മേലെ തേച്ച് ദൈവസനിൽ അനുദപിച്ചു. വരുത്തുവാനിരുന്ന ആ കോപത്തിൻ്റെ അഗ്നിയെ മാറ്റിക്കളഞ്ഞ കർത്താവ് ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ മുമ്പിലേക്കൊന്ന് ചെന്ന് പറയാം, കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ പൂർണ്ണമായൊരു ഉപവാസത്തിൻ്റെ അനുഭവത്തിലേക്ക്, യഥാർത്ഥമായൊരു നോമ്പനുഭവത്തിലേക്ക് വളരുവാൻ എന്നെ ഒന്ന് ബലപ്പെടുത്തണം കർത്താവേ. എൻ്റെ കൃപയ്ക്ക് കീഴിൽ താണിരിക്കാൻ കൊതിക്കുകയാണ്. ലോകമെന്നെ പലവിധമായ മായാമോഹങ്ങളിലേക്ക്, പ്രലോഭനങ്ങളിലേക്ക്, ഭക്ഷണപ്രിയത്തിലേക്ക്, ആരാധനയിൽ നിന്നുള്ള തടയലിലേക്കൊക്കെയും സാഹചര്യം ഒരുക്കിക്കൊണ്ടുവരുമ്പോൾ, തമ്പുരാനെ, എൻ്റെ പ്രതിസന്ധി അവിടെ ഒന്ന് കാണണമേ, എൻ്റെ സങ്കടങ്ങളെ അവിടെ നിന്ന് കേൾക്കണമേ, എൻ്റെ പ്രയാസം ഒന്ന് അറിയണമേ. ഞാൻ ചില തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിലൂടെ ഈ വർഷത്തെ നോമ്പനുഭവം, കർത്താവിൻ്റെ കൃപ എനിക്ക് നിറവായി ലഭിക്കാൻ തക്കവണ്ണം ഞാൻ നോമ്പെടുക്കുകയാണ്. അതിലേക്ക് എനിക്ക് തടസ്സമായി നിൽക്കുന്ന പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് പുറത്ത് കടക്കുവാൻ ഞാൻ നോമ്പെടുക്കുക. ആ നോമ്പ് അവിടത്തേക്ക് പ്രസാദമാകുന്ന വണ്ണം പൂർത്തീകരിക്കുവാൻ എന്നെ ബലപ്പെടുത്തണം കർത്താവേ. അവിടത്തേക്ക് പ്രസാദമാകുന്ന വിധത്തിൽ കർത്താവേ, മാമോദീസയേറ്റ് കരയ്ക്ക് കയറിയ കർത്താവാം യേശു തമ്പുരാനിലേക്ക്, എൻ്റെ പുത്രനാം ദൈവത്തിലേക്ക് അവിടുന്ന് അരുളി ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. ആ ദൈവികമായ പ്രസാദം എൻ്റെ ജീവിതത്തിൽ ലഭിക്കേണ്ടതിന് വേണ്ടി തമ്പുരാനെ, അവിടുത്തെ സന്നിധിയിൽ ഞാൻ താണിരിക്കുകയാണ്. കരുണ ചെയ്യണം തമ്പുരാനെ, കരുണ ചെയ്യണം തമ്പുരാനെ. അവിടുന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി 58-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിലൂടെ നോമ്പെടുക്കുന്ന ദിവസങ്ങൾ തന്നെ ഞാൻ ചെയ്തെടുക്കുന്ന ദോഷവഴികളെ അവിടുന്ന് എനിക്ക് പരിചയപ്പെടുത്തിയപ്പോൾ അതിൻ്റെ അപ്പുറം ഉത്തരമായും അവിടുന്ന് പറഞ്ഞു, ചിലതെല്ലാം നീ ചെയ്തെടുക്കണമെന്ന്. ഇവിടെ എങ്ങനെ പറയുന്നു, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരാക്കുക, വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. ലോകപരമായി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചു കളയുവാൻ തക്കവണ്ണം ഞാൻ എന്നോട് തന്നെയും എൻ്റെ കുടുംബത്തിന്മേലും എൻ്റെ ചുറ്റുപാടുകളിന്മേലും ബന്ധിതമാക്കിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒന്ന് പുറത്ത് കടക്കാൻ, എൻ്റെ നാവാലും പ്രവൃത്തിയാലും മറ്റുള്ളവരെ ഞാൻ ബന്ധിതരാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ചവരെ സ്വതന്ത്രരാക്കിയിടുവാൻ, ഈ ചെറിയ വലിയൊരുവന് ചെയ്യുന്നതൊക്കെയും എനിക്കാകുന്നു എന്ന് അരുളി ചെയ്ത അവിടുത്തെ തിരുവചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നിരാശ്രയരെയും ആലംബികനരെയും സഹായിപ്പാൻ തക്കവണ്ണം ഒരു മനസ്സൊരുക്കത്തിന് എന്നെ പ്രാപ്തനാക്കുവാൻ വേണ്ടി ഈ നോമ്പനുഭവം എനിക്ക് മുഖാന്തരമാകട്ടെ. അതെൻ്റെ ജീവിതത്തിൽ നിന്നിലേക്കുള്ള ചേർമ്മയ്ക്ക്, നിൻ്റെ കൃപയ്ക്ക് കീഴിൽ താണിരിക്കാനുള്ള അനുഭവത്തിലേക്ക് എന്നെ വളർത്തട്ടെ. ശക്തീകരിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. ഈ നോമ്പനുഭവകാലം, ഈ ഉപവാസകാലം എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ വിശുദ്ധിക്ക് കർത്താവെ, അവിടുത്തെ തിരുരക്തത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് എന്നെ ബന്ധപ്പെടുത്തുന്ന ദൈവിക അനുഭവമായി തീരുവാൻ സഹായിക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ അനവരതമായി നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുമാറാകട്ടെ. ആമീൻ.